ഡിയുടെ റെയ്ഡ് നടത്തിയപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞതും അവരുടെ റെയ്ഡ് തടസ്സപ്പെടുത്തിയതും അവരുടെ വാഹനം തല്ലിപ്പൊളിച്ചതുമെന്ന് ഇപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയാണ്. അതിനെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞത് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല, ഒന്നും കിട്ടിയില്ല എന്ന് വീണ്ടും ആവർത്തിച്ച് പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തന്റെ മകളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അതായത് ദുബായിലേക്ക് പണം കടത്തിയതടക്കം 85 ലക്ഷം കടത്തിയതിന്റെ കണക്കുകളാണ് ഇപ്പോൾ അവർ സൂചിപ്പിക്കുന്നത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തുമാത്രം ഉണ്ട് എന്ന് നമുക്ക് അന്വേഷിച്ചാൽ മാത്രമേ അറിയുള്ളൂ. 20 കോടിയിലേറെ രൂപയുടെ ഹവാല ഇടപാടുകൾ നടന്നു എന്നും നിലവിൽ ഇ ഡിയുടെ പരാമർശത്തിലുണ്ട്. ഇതെല്ലാം കാണിക്കുന്നത് കഴിഞ്ഞ 10 വർഷക്കാലം അധികാരത്തിലിരുന്ന സമയത്ത് പിണറായി വിജയനും കുടുംബവും നടത്തിയ കൊള്ളയുടെ ആഴങ്ങളിലേക്ക് കേരളം ഇനി അന്വേഷിച്ചിറങ്ങേണ്ടിയിരിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, പിണറായി വിജയന്റെ കുടുംബം നടത്തിയ കൊള്ള പോലെ തന്നെ വിവിധ ആളുകളും വിവിധ മന്ത്രിമാരും അതുപോലുള്ള മേഖലകളിലും ഒക്കെ സമാനമായ കൊള്ള നടന്നിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഗൗരവത്തോടുകൂടി പറയാനുള്ളത്, ഈ കൊള്ളയ്ക്ക് വേണ്ടി കേരളം വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. കേരളം വലിയ വില, അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, ഞാൻ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പുറത്തുവിട്ട ഒരു ഓഡിയോ ക്ലിപ്പിൽ ഒരു മുൻ മന്ത്രി നേരിട്ട് പറഞ്ഞതാണ്, മണലെടുക്കുന്നതിന് വേണ്ടി വെള്ളം തുറന്നു വിടാതെ വെച്ചതിന്റെ പേരിലാണ് ഇത്രയും വലിയ പ്രളയമുണ്ടായത് എന്ന്. ഇവർ പണം സമ്പാദിച്ചു, ഇവർ അഴിമതി നടത്തി, ഇവർ കൊള്ള നടത്തി എന്നത് മാത്രമല്ല, ഇവരുടെ അഴിമതിക്കും കൊള്ളയ്ക്കും വേണ്ടി കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്തെ തകർക്കുന്ന അവസ്ഥയിലേക്ക് ഇവരുടെ അഴിമതി കടന്നുപോയി. എന്നിട്ടും അതിന് ചൂട്ടുപിടിക്കുന്ന, കൊടപിടിക്കുന്ന, അതിനെ അനുകൂലിക്കുന്ന, അതിനെ പ്രതിരോധിക്കുന്ന, അതിനെ എല്ലാ നിലയ്ക്കും സംരക്ഷിക്കുന്ന നിലപാടാണ് CPM എന്ന പാർട്ടി സ്വീകരിച്ചത്. നാളിതുവരെ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ട് CPM-ന്റെ ഒരു നേതാവ് ഇത് ശരിയല്ല, ഇത് അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയാൻ കഴിയില്ല. കാരണം ഇവരെല്ലാവരും ഒന്നുകിൽ പങ്ക് പറ്റിയവരാണ്, അല്ലെങ്കിൽ ഭയം പിടികൂടിയവരാണ്. ഞാൻ ആദ്യം ഇത് ഉന്നയിച്ചപ്പോ എനിക്ക് നേരെ ബുൾഡോസറുകൾ പോലെയാണ് അന്വേഷണങ്ങൾ ഉണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 11 ഡിപ്പാർട്ട്മെന്റുകളുടെ അന്വേഷണം എനിക്കെതിരെ ഏർപ്പെടുത്തി. അതിനുശേഷം എനിക്കെതിരെ വിജിലൻസ് കേസ് എടുത്തു. എനിക്കെതിരെ വിജിലൻസ് കേസ് എടുക്കാൻ ഞാൻ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടാകും എന്നതാണല്ലോ എനിക്കെതിരെ എടുക്കാൻ കഴിയുന്നത്. ഇന്ന് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ തന്റെ നോൺ സോഴ്സ് ഓഫ് ഇൻകം, അതായത് തനിക്ക് താൻ ഡിക്ലെയർ ചെയ്തിട്ടുള്ള സോഴ്സിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്നും ഒരുപാട് ഇരട്ടി കോടികൾ അവരുടെ കയ്യിലുണ്ട് എന്നുള്ള വ്യക്തമായ തെളിവ് വന്നിരിക്കുന്നു. സ്വാഭാവികമായിട്ടും അന്വേഷണം ആരിലേക്കാണ് നീളേണ്ടത്? ആരാണ് മറുപടി പറയേണ്ടത്? പിണറായി വിജയന്റെ മൗനം ഇനിയും ഒരുപക്ഷെ CPM-ന് അംഗീകരിക്കാൻ കഴിയും, പക്ഷെ ഒരു കാരണവശാലും കേരള സമൂഹത്തിന് ഇനിയും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അങ്ങ് മുഖ്യമന്ത്രി ആയിരുന്നു എന്നുള്ള ഒരു പ്രിവിലേജ്, ഇത്രയും മുതിർന്ന ഒരു നേതാവ് എന്ന നിലയിൽ ദീർഘകാലം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ നിന്നു എന്ന നേതാവ് എന്ന പ്രിവിലേജ് അങ്ങേക്ക് ഉണ്ടായിരുന്നുകൊണ്ട് അങ്ങ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇന്ന് പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുസമൂഹത്തെ നോക്കി എത്ര വട്ടമാണ് പച്ചക്കള്ളം ആവർത്തിച്ചത്? ഏറ്റവും ഒടുവിൽ ആവർത്തിച്ചത് ED വന്ന് പരിശോധിച്ചിട്ട് ഒന്നും കിട്ടാനുണ്ടായില്ല, ഒന്നുമില്ലാതെ അവർ മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറയുന്നത് പിണറായി വിജയന്റെ മകളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, അതായത് അവർ കൈകൊണ്ട് എഴുതിയ കണക്കുകളുടെ കണക്ക് അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അതിൽ കോടിക്കണക്കിന് രൂപ, 20 കോടിയിലേറെ രൂപ ഹവാല ഇടപാട് വഴി ട്രാൻസ്ഫർ ചെയ്തതായി അവർ കണ്ടെത്തിയിരിക്കുന്നു. ദുബായിലേക്ക്, വിദേശത്തേക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിരിക്കുന്നു. ഇനിയും അങ്ങേക്ക് കൈകൾ ശുദ്ധമാണ് എന്ന് മലർത്തി പറഞ്ഞുകൊണ്ട് CPM പാർട്ടി കമ്മിറ്റിയിൽ വേണമെങ്കിൽ പറയാം, പക്ഷെ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പറയാൻ കഴിയില്ല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ മന്ത്രി മുഹമ്മദ് റിയാസും, ഇന്നത്തെ MLA-യുമായ മുഹമ്മദ് റിയാസും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് മറുപടി പറയണം.